നമസ്തേ. ഇതുവരെ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്താണെന്നും അവരോട് അടുത്തിടപഴകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇവരെ എങ്ങനെ ഒന്ന് സഹായിക്കാൻ പറ്റും, അത് പ്രാണിക് ഹീലിങ്ങിലൂടെ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ വളരെ ഈഗോ കൂടിയവരും അഗ്രസീവ് നേച്ചറുള്ളവരുമായിരിക്കും. നമ്മൾ പറയാറില്ലേ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന്. അത്തരം ഒരു ചിന്താഗതിയാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ സോളാർ പ്ലെക്സസ് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഹൃദയചക്ര. ഇവർക്ക് കാരുണ്യം, ദയ, ക്ഷമ, കാത്തിരുനിൽപ്പ്, സഹായം ഇതൊക്കെ വളരെ കുറവായതുകൊണ്ട് ഹൃദയചക്ര ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഇവരുടെ ക്രൗൺ ചക്ര ബ്ലോക്ക്ഡ് ആയിരിക്കും. നമുക്ക് പല ഇൻഫർമേഷൻസും കിട്ടുന്നത് ഇന്നർ വേൾഡിൽ നിന്നാണ്, ഉയർന്ന ബോധതലത്തിൽ നിന്നാണ്. നമ്മൾ കൺഫ്യൂസ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ചില മറുപടി കിട്ടുക, നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഒരാളോട് ക്ഷമ ചോദിക്കാൻ സാധിക്കുക, അതല്ലെങ്കിൽ നമുക്കൊരു ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉടനൊരു ഉത്തരം കിട്ടും. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഉന്നത ബോധതലത്തിൽ നിന്നാണ്. പ്രാണിക് ഹീലിങ്ങിനകത്ത് ക്രൗൺ ചക്ര അഥവാ സഹസ്രാര ചക്ര ആ സമയത്തൊന്ന് വികസിക്കുന്നതുകൊണ്ട് കിട്ടുന്നതാണ്. എന്നാൽ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ക്രൗൺ ചക്രയായിട്ട് ആണ് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുടേത് കാണുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഉയർന്ന ബോധതലം അങ്ങോട്ട് കണക്റ്റായി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ശരിയായ ഒരു ഗൈഡൻസ് ഇന്നർ വേൾഡിൽ നിന്ന്, ആന്തരിക ലോകത്തിൽ നിന്ന് അവർക്ക് ലഭിക്കാതെ പോകും. നാലാമത്തേതായിട്ട് വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ആജ്ഞാചക്രയായിരിക്കും ഇങ്ങനെയുള്ളവർക്ക്. ഈ ആജ്ഞാചക്രയുടെ ഫങ്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലാരിറ്റിയാണ്. ഡില്യൂഷൻസൊക്കെ മാറ്റി, ഇല്യൂഷൻസ് മാറ്റി നമുക്ക് റിയാലിറ്റിയിലേക്ക് പോകാൻ സാധിക്കുന്ന ചക്രയാണ് ആജ്ഞാചക്ര എന്ന് പറയുന്നത്. അത് മാസ്റ്റർ ചക്ര കൂടെയാണല്ലോ. ഒരു ഇല്യൂഷണറി വേൾഡ് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്ക്. ഇവിടെ പ്രാണിക് ഹീലർ എന്താ ചെയ്യുന്നത്? പ്രാണിക് സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ ഈ വ്യക്തിയുടെ സോളാർ പ്ലെക്സസ് ചക്രയുടെ സൈസ് നോർമലൈസ് ചെയ്യും. ഇപ്പോൾ എക്സസീവായിട്ടുള്ള, ഓവർ ആക്റ്റീവായിട്ടുള്ള അതിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ചക്രയിലെ ഇമോഷണൽ ആക്ടിവിറ്റി, അതിലൂടെ ഈഗോ, സെൽഫിഷ്നെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാനും അത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവാനും അയാൾക്ക് ഇടയാകും. അതുപോലെ തന്നെ ബാക്ക് സോളാർ പ്ലെക്സസ് ചക്രയെ, ഹൃദയചക്രയെ ആണ് രണ്ടാമതായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് ലവിങ് കൈൻഡ്നെസ്, ആളുകളുമായിട്ട് ഇച്ചിരി നല്ല റിലേഷൻഷിപ്പ് സൂക്ഷിക്കാനും കുറച്ച് സമയത്തേക്കെങ്കിലും സ്വസ്ഥത പാലിക്കാനും ഒക്കെ ഈ വ്യക്തിക്ക് സാധിക്കും. മൂന്നാമതായിട്ട് ഇവരുടെ തോട്ട്സ്, ഓരോ തോട്ടും പിന്നീട് വരുന്ന തോട്ടുമായിട്ട് ചേർന്ന് ഒരു പാറ്റേൺ സൃഷ്ടിച്ചെടുക്കും. അപ്പോൾ ഈ തോട്ട് പാറ്റേണിനെ കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ പ്രാണിക് സൈക്കോതെറാപ്പി പ്രത്യേക ടെക്നിക്കുണ്ട്. അതെല്ലാം റിമൂവ് ചെയ്യാൻ ഈ ഹീലർക്ക് സാധിക്കും. ഓരോ തോട്ട്സും, കണക്റ്റഡ് ആയിട്ടുള്ള തോട്ട്സും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഉണ്ടാകുന്ന അവരുടെ മാനസിക അവസ്ഥയെയും കുറേയൊക്കെ പരിഹരിക്കാൻ ഈ ഹീലിംഗ് സഹായിക്കും. നാലാമത്തത് കോട്ട് കട്ടിംഗ് ആണ്. അതായത് നമുക്കറിയാം, ഇങ്ങനെ ഒരാൾ ഈ ഒരു അവസ്ഥയിലോട്ട് വരാനുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ മാനസിക സംഘർഷങ്ങൾ, ചിലത് ഹെറിഡിറ്ററി ആണ് എങ്കിൽ പോലും വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ടാവുക, ഇതിലൂടെയൊക്കെയാണ് ഓരോ വ്യക്തി ഇങ്ങനെ ആകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ ഒരു അവസരവുമായിട്ടും ആ അനുഭവങ്ങളുമായിട്ടുമുള്ള ലിങ്ക്, കണക്ഷൻസ്, തോട്ട് ലിങ്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു ഹീലർക്ക് സാധിക്കും. ഇപ്പോൾ കൂടുതൽ എനർജി കൺജഷൻ വരില്ല. കണക്ഷൻസ് പോയതുകൊണ്ട് നിലനിൽക്കുന്ന ഊർജ്ജത്തെ റിമൂവ് ചെയ്യാൻ സൗകര്യമുണ്ട്. അങ്ങനെയൊക്കെ ഈ വ്യക്തിയെ കുറേയൊക്കെ സഹായിക്കാൻ ഹീലർക്ക് സാധിക്കും. ഒരു വ്യക്തിക്ക് തന്നെ ഉയർന്ന ചക്രകളും താഴ്ന്ന ചക്രകളും ഉണ്ടല്ലോ. അതിൽ ഉയർന്ന ചക്രകൾ, അതായത് ക്രൗൺ ചക്ര, ഫോർഹെഡ് ചക്ര, ആജ്ഞാചക്ര, ത്രോട്ട് ചക്ര, ഹാർട്ട് ചക്ര, ഈ ചക്രകളെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ അതിൻ്റെ ഉയർന്ന ഫങ്ഷൻസ് പതുക്കെ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതും കൂടെ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അദ്ദേഹത്തിന് ബോധവികാസം സംഭവിക്കാനും ഒരുപക്ഷെ മറ്റ് മനഃശാസ്ത്ര ചികിത്സകളൊക്കെ ഫലിക്കില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്ന സ്ഥലത്ത് പ്രാണിക് ഹീലിംഗ് ഉപകാരപ്പെടുന്നു എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമാണ്. ഇനി ഒരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്തെങ്കിലേ ഇത് അവസാനിക്കത്തുള്ളല്ലോ. അത് വിക്ടിമിനെ ഹീൽ ചെയ്യുന്നതാണ്. വിക്ടിമിൻ്റെ ഒരു അവസ്ഥ ദാരുണമാണ് ഒരർത്ഥത്തിൽ. അവിടെ ആ പടുകുഴിയിൽ നിന്ന് വൈകാരികമായ സ്റ്റെബിലിറ്റിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രാണിക് ഹീലിംഗ് സിസ്റ്റത്തിന് സാധിക്കും എന്നുള്ളതാണ്. അതിലൊന്നാമതായിട്ട് ഈ ആളിൻ്റെ സോളാർ പ്ലെക്സസ്
ഹാർട്ട് ചക്ര. ഇത് രണ്ടും ശരിയായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് തമ്മിലൊരു ബാലൻസ് ഉണ്ടാകും. അധികരിച്ച വൈകാരിക അടക്കത്തെ, അധികരിച്ച വൈകാരിക പ്രതിസന്ധിയെ നമുക്ക് ക്ലെൻസ് ചെയ്ത് കളയാൻ സാധിക്കും. കാരണം എല്ലാം എനർജിയാണ്. സൈക്കോതെറാപ്പിയുടെ ഭാഷയിൽ ഇമോഷൻസും തോട്ട്സും എല്ലാം എനർജിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കും. ആ പഴയ തോട്ട്സും ഇമോഷൻസും എല്ലാം ക്ലെൻസ് ചെയ്ത് അത് എക്സസീവായിട്ടുള്ള അതിൻ്റെ ചക്രകളുടെ സൈസ് നോർമലൈസ് ചെയ്യാൻ, അഥവാ ഒരു ചക്ര അതിൻ്റെ സൈസ് കൊണ്ട് ചെറുതാണെങ്കിൽ അതിനെ വലുതാക്കി ഈ സോളാർ ഹാർട്ട് ചക്ര ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നതിലൂടെ എപ്പോഴും കാംനെസ്, നല്ല റിലേഷൻഷിപ്പ് സൂക്ഷിക്കാനുള്ള കഴിവ്, മറ്റ് വ്യക്തികളോടൊക്കെ കുറച്ചുകൂടെ സ്നേഹത്തോടെ പെരുമാറാനുള്ള സാധ്യത, തൊഴിലിനെയും മറ്റ് വിനോദങ്ങളെയും ഒക്കെ കുറച്ചുകൂടെ ആശ്ലേഷിക്കാനുള്ള ഒരു വഴി ഒക്കെ ആ വ്യക്തിയിൽ തുറന്നു വരാൻ ഈ പ്രാണിക് ഹീലിംഗ് സാധിക്കും എന്നുള്ളതാണ്. ഇത് ഹൃദയചക്രയിലും സോളാർ പ്ലക്സസ് ചക്രയിലും മാത്രമല്ല, എല്ലാ ചക്രകളിലും പലതരത്തിലുള്ള വിഷമതകളും സങ്കടങ്ങളും പ്രയാസങ്ങളും അടിച്ചമർത്തിയ വികാരങ്ങളും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇതെല്ലാം നമുക്ക് പ്രാണിക് സൈക്കോതെറാപ്പിയുടെ ടെക്നിക്ക് വെച്ച് ക്ലെൻസ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ആജ്ഞാചക്ര ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചകൾ, കാഴ്ചപ്പാടുകൾ, ത്രോട്ട് ചക്രയിൽ അനധികൃതമായ തോട്ട്സിൻ്റെ പാറ്റേൺസിനെ എല്ലാം നമുക്ക് ക്ലെൻസ് ചെയ്ത് കളയാൻ സാധിക്കും. ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കഴിയത്തക്കവണ്ണം ബേസിക് ചക്രയെ സജ്ജമാക്കാൻ സാധിക്കും. ഇങ്ങനെ ഇപ്പോൾ തന്നെ ചില അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നേവൽ ചക്രയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അത് ഹീലിംഗ് റേറ്റ് കൂട്ടുന്നു. ക്രൗൺ ചക്ര ഹീൽ ചെയ്യുമ്പോഴത്തേക്ക് ദൈവാനുഗ്രഹവും അല്ലെങ്കിൽ ദൈവാനുഭവങ്ങളും ഉന്നതമായ അനുഭവങ്ങളും ഒക്കെ ആർജിക്കാനായിട്ട് സാധ്യമാകുന്നു. ഇതെല്ലാം പ്രാണിക് ഹീലിംഗ് വഴി ആ വിക്ടിമിന് ഗുണകരമായി മാറുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ പ്രാണിക് ഹീലിംഗ് നിരന്തരമായി ചെയ്യുക വഴി അവരിൽ അവരുടെ ഒരു വഴി തെളിഞ്ഞു വരികയും അതിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തി അവരുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പ്രാണിക് ഹീലിംഗ് ചികിത്സയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. സർവോപരി പ്രാണിക് ഹീലിങ്ങിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് ട്യൂണിംഗ് ഹാർട്ട്സ് മെഡിറ്റേഷനാണ്. ആ ധ്യാന രീതി വഴി ഹൃദയം തുറക്കപ്പെടുകയും ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനും സ്നേഹം കൊണ്ട് തഴുകാനും ഒരാൾ പരിശീലിക്കുക വഴി അവരുടെ ജീവിതത്തിലെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അതിലൊഴുകിപ്പോയി എല്ലാറ്റിനോടും വളരെ സഹാനുഭൂതിയോടും കരുണയോടും ദിവ്യ അനുഭവങ്ങളോടും ജീവിക്കുവാനും സാധിക്കുന്ന തരത്തിലോട്ട് അയാൾ മാറും എന്നുള്ളത് ഒരു വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അതുകൊണ്ട് പ്രാണിക് ഹീലിങ്ങിന് അതുല്യമായ ഒരു സാധ്യത ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളിനും അതിന് വിക്ടിമായി പോകുന്ന ആൾക്കാർക്കും അവസരമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. നമസ്തേ.